ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇത് എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞാണ്. ഈ കോഴിക്കുഞ്ഞിന്റെ ഒരു കാല് പുറകോട്ട് വലിച്ചു വെച്ച് നടക്കുന്ന രീതിയിലായിരുന്നു വിരിഞ്ഞപ്പോ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ട്, അത് കറക്റ്റ് സാധാരണ കോഴിക്കുട്ടികൾ നിൽക്കുന്ന പോലെ തന്നെ 2 കാലില് നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തത്, ഇതിനു വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ എനിക്കൊരു ആദ്യത്തെ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്, കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഈ കോഴിക്കുട്ടി 2 ദിവസം മുമ്പ് വിരിഞ്ഞ കുഞ്ഞാണ്. അപ്പൊ ഇതിന്റെ ഒരു കാല് ഇങ്ങനെ പുറകോട്ട് വലിച്ചു വെച്ച് ആണ് ഇത് വിരിഞ്ഞപ്പോ തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നടന്നിരുന്നത്. അപ്പോ അതിന് ഞാനൊരു പ്രതിവിധി ഇപ്പൊ ചെയ്തിരിക്കുകയാണ്. അതായത് അതിന്റെ കാല് രണ്ടും കൂടെ ചേർത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ്. റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോ അതില് കാണാനുണ്ടാവും, കാല് ഊരിപ്പോകാത്ത രീതിയിൽ റബ്ബർ ബാൻഡിന്റെ 2 അറ്റവും കെട്ടി അത് കാല് പുറകിലേക്ക് വലിഞ്ഞു പോകാത്ത രീതിയിൽ ഇടുക. ഇങ്ങനെ ഇട്ട് 1 ദിവസം 2 ദിവസം അങ്ങനെ ഇട്ട് നിർത്തിയാല് ഈ കുഞ്ഞിന്റെ കാല് പുറകോട്ട് വലിഞ്ഞു പോവില്ല. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊന്ന് പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിനും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ ഇതും അങ്ങനെ ചെയ്തതാണ്. ഞാനിത് എങ്ങനെ ഇട്ടത്, എങ്ങനെയായിരുന്നു ഇതിന്റെ കാലുകളുടെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇപ്പൊ ഞാൻ ആ റബ്ബർ ബാൻഡ് ഇട്ടിരുന്നത് 2 ദിവസം മുമ്പ് ഇട്ടതാണ്. അത് ഇന്ന് ഞാൻ ഊരി അതിനുശേഷം കോഴിക്കുഞ്ഞ് നിവർന്ന് ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ നിന്നിരുന്നില്ല, ഇത് ഒരു കാല് പുറകിലേക്ക് അങ്ങനെ വലിച്ചു വെച്ച് അങ്ങനെ കിടക്കുന്ന രൂപത്തിലായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിപ്പോ നിൽക്കുന്നുണ്ട്. നടക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഒന്നങ്ങനെ ചാടിയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ കാലില് ഇപ്പൊ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയിരുന്നു. നല്ല ടൈറ്റ് ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടാണോ അതോ ഇനി റബ്ബർ ബാൻഡ് വലിഞ്ഞിട്ടാണോ അറിയില്ല, ഒന്ന് ചെറിയ അടയാളം വന്നിട്ടുണ്ട്. ഇങ്ങനെ കെട്ടുമ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. പക്ഷെ കാല് ഊരിപ്പോകാനും പാടില്ല, അങ്ങനെ കെട്ടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷെ അതൊന്നും വിഷയമില്ല. അപ്പൊ കുഞ്ഞുങ്ങള് ഇങ്ങനെ ചെയ്തു കൊടുത്താല് മാറിയിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്തത്. ഇപ്പൊ ഇതിന് കുഴപ്പമില്ല. ഇപ്പൊ ഇത് നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ നിന്നിരുന്നില്ല. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ അത് കാണാനില്ല, അതിന്റെ ഇരുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതായത് ഇങ്ങനെ കാല് പുറയിലേക്ക് വെച്ച് വലിച്ചു വെച്ച് നടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അത് മിസ്സായി. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷെ എന്റെ അത് മിസ്സായി. പക്ഷെ ഇപ്പൊ ഈ കോഴിക്കുഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് സാധാരണ രീതിയിൽ കണ്ടോ, ഒന്ന് കാലെടുത്ത് വെച്ചിട്ടാണെങ്കിലും ഇപ്പോ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, ഇത് റബ്ബർ ബാൻഡ് എടുക്കുമ്പോൾ അധികം വലിപ്പമുള്ള റബ്ബർ ബാൻഡ് എടുക്കരുത്. ചെറിയ റബ്ബർ ബാൻഡ് എടുത്തത് ഈ വലിപ്പത്തിലേ പാടുള്ളൂ. അതായത് കാല് അകന്ന് നിൽക്കുന്ന രീതിയിലുള്ള റബ്ബർ ബാൻഡ് എടുക്കരുത്. ഈ വലിപ്പമേ റബ്ബർ ബാൻഡിന് പാടുള്ളൂ. ഇങ്ങനെ കെട്ടി ഇടുകയാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ കെട്ടിയിട്ട് നിൽക്കുന്ന അത് നോക്കി അതിനനുസരിച്ച് ചെയ്താൽ ഇതിന്റെ 100% റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കാം. ഇനിയിപ്പോ ഞാനിത് ഇവിടെ 2 സൈഡ് കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഇനി കെട്ട് അല്ലാതെ ചെറിയ സ്ലീവ് എവിടുന്നെങ്കിലും കിട്ടുക, സ്ലീവ് ഇതിന് നടുക്കിട്ടിട്ട് കോഴിക്കുഞ്ഞിന്റെ കാലപ്പുറം ഇപ്പുറം ഇട്ട് നിർത്തുന്നത് നല്ലതാണ്. അപ്പൊ ഇത് ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വീഡിയോ ആയിട്ട് ചെയ്തത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ആ റബ്ബർ ബാൻഡ് ഇടുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചത് എന്റെ അത് മിസ്സായി പോയി, ഡിലീറ്റ് ആയി പോയി.
അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.